Hi students, welcome to Students PSC. ഇപ്പോൾ നമ്മളിന്ന് എസ്റ്റിമേഷനിലെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ പാർട്ട് 2 ആണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എസ്റ്റിമേഷൻ്റെ വീഡിയോ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങി. അതിൽ നമ്മൾ എന്താ നോക്കി പഠിച്ചു? സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ സൈറ്റ് ക്ലിയറിംഗ്, ഡിസ്മാൻഡിൽ, ഫെല്ലിംഗ് ഓഫ് ട്രീ, എർത്ത് വർക്ക് എക്സ്കവേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വുഡ് വർക്ക് വരെ നോക്കി. വുഡ് വർക്ക് വരെ നമ്മൾ നോക്കി. ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാണണ്ട. ഓക്കെ, ആദ്യത്താണ് സ്റ്റീൽ വർക്ക്. ഓക്കെ, സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൽ മെഷറിംഗ് യൂണിറ്റ് നമുക്കറിയാം കിൻഡിലാണ്. അത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റും. ഓക്കെ, സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് എടുക്കുമ്പോൾ മെഷറിംഗ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും കിൻഡിൽ തന്നെയാണ്. പിന്നെ കിൻഡിൽ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം കിലോഗ്രാം പെർ മെട്രിക് ടൺ എഴുതാം. ഓക്കെ, കിൻഡൽ ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നമുക്ക് എഴുതാം കിലോഗ്രാം പെർ മെട്രിക് ടൺ എഴുതാം. ഓക്കെ, ദെൻ ഇതിവിടെ ഈ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒരു ബാറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. അതായത് ഒരു മീറ്റർ ലെങ്തിൽ എത്രയാണ് അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ടടാ. അതിൻ്റെ ഫോർമുലയാണ് ഏതാണ്? d²/162. ഓക്കെ, d²/162. ഇവിടെ ഡി എന്ന് പറയുന്നത് mm-ലായിരിക്കും. ഓക്കെ, ഡി എന്ന് പറയുന്നത് mm-ലായിരിക്കും. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? d²/162 ആണ്. ഓക്കെ, d²/162. ഇനി നമ്മളിങ്ങനെ d²/162 നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 0.00617 d² എന്ന് വരും. ഓക്കെ, ഏതാണ്ട് 0.00617 d² എന്ന് വരും. അതും നമുക്കൊരു എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ മെഷറിംഗ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും ഏത് തന്നെയാണ്? കിൻഡിൽ തന്നെയാണ്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മെട്രിക് ടൺ ആണ്. ദെൻ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് ബാർ, ഒരു ബാറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് d²/162 162 ആണ്. അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് 0.00617 d² ആണ്. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 kg ആണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kg ആണ്. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kg ആണ്. ഓക്കെ, ദെൻ നമുക്കടുത്ത് ഓരോ ഡയമീറ്റർ, നമുക്കിപ്പോൾ സ്റ്റീൽ ബാർ നമുക്ക് ഓരോ ഡയമീറ്ററിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ? സോ ആ ഓരോ ഡയമീറ്ററിൻ്റെയും യൂണിറ്റ് വെയിറ്റ് ആണ് പറയുന്നത്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ, കിലോഗ്രാം പെർ മീറ്റർ. അതായത് ഒരു മീറ്ററിന് എത്ര യൂണിറ്റ് വെയിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തേതാണ് 6 mm ഡയമീറ്റർ പറയുന്നത് mm-ലാണ് പറയുന്നത്. 6 mm ഡയമീറ്ററുള്ള സ്റ്റീലിൻ്റെ 1 മീറ്റർ ലെങ്തിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.22 ആണ്. ഓക്കെ, 0.22 ആണ്. ഈ വാല്യൂ നിങ്ങൾ ഇതേപോലെ കാണാതെ പഠിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എഴുതാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച d²/162 എന്ന ഫോർമുലയിലിട്ട് ചെയ്യണം. അപ്പോൾ അത്രയും സമയമെടുക്കും. സോ നിങ്ങൾ ഇത്രയും ഡയമീറ്റർ വെച്ചിട്ടുള്ള വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത്രയും സമയം നമുക്ക് എക്സാമിന് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പം 6 mm ഡയമീറ്ററുള്ള സ്റ്റീലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0.22 ആണ്. 0.22 കിലോഗ്രാം പെർ മീറ്റർ ആണ്. ദെൻ 8 mm ഡയമീറ്റർ ആണെങ്കിൽ 0.39. ഓക്കെ, 0.39 ആണ്. ദെൻ 10 mm ഡയമീറ്റർ ആണെങ്കിൽ 0.62 ആണ്. ഓക്കെ, 10 mm ഡയമീറ്റർ ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0.62 ആണ്. ദെൻ 12 mm ആണെങ്കിൽ 0.88 ആണ്. 16 mm ആണെങ്കിൽ 1.58 ആണ്. ഓക്കെ, 16 mm ആണെങ്കിൽ 1.58 ആണ്. ദെൻ 20 mm ആണെങ്കിൽ 2.47 ആണ്. 25 mm ആണെങ്കിൽ 3.85 ആണ്. 32 mm ആണെങ്കിൽ 6.32 ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയുന്നു. ഡയമീറ്റർ 6 mm ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് 0.22 കിലോഗ്രാം പെർ മീറ്റർ ആണ്. അതുപോലെ 8 mm ആണ് ഡയമീറ്റർ എങ്കിൽ 0.39 ആണ്. 10 mm ആണ് ഡയമീറ്റർ എങ്കിൽ 0.62 ആണ്. ദെൻ 12 mm ആണ് ഡയമീറ്റർ എങ്കിൽ 0.88 ആണ്. 16 mm ആണ് ഡയമീറ്റർ എങ്കിൽ 1.58 ആണ്. 20 mm ആണെങ്കിൽ 2.47 ആണ്. 25 mm ആണെങ്കിൽ 3.85 ആണ്.
32 ആണെങ്കിൽ 6.32 ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ബാക്കി നോക്കാം. അടുത്ത് കുറച്ച് വാല്യൂസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള കുറച്ച് വാല്യൂസാണ് അവിടെ നോക്കുന്നത്. ആദ്യം നമുക്ക് പി സി സിയിലുള്ള വാല്യൂ ആക്കാം. ഓക്കെ, പി സി സിയിൽ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് ഓഫ് പി സി സി. ഓക്കെ, പി സി സിയിലെ 1 യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പി സി സിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണടാ? പി സി സിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? മീറ്റർ ക്യൂബ് ആണല്ലേ. പി സി സിയുടെ മെഷറിംഗ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും മീറ്റർ ക്യൂബ് തന്നെയാണ്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പി സി സി എടുക്കുമ്പോൾ അതിലുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് പറയുന്നത്. വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് പി സി സി അതിനെത്രയാണ്? 0.95 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.95 മീറ്റർ ക്യൂബാണ്. ഈ വാല്യൂസ് നിങ്ങൾ ഉറപ്പായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പി സി സിയിലെ 1 യൂണിറ്റ് പി സി സിക്ക് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.95 മീറ്റർ ക്യൂബാണ്. ദെൻ അടുത്ത ആർ സി സിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർ സി സിയിലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? ആർ സി സിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? 10 ഡെസിമീറ്റർ ക്യൂബാണ് അല്ലേ. മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് 10 ഡെസിമീറ്റർ ക്യൂബാണ്. അതേപോലെ തന്നെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് ആർ സി സി. 1 യൂണിറ്റ് ആർ സി സിക്ക് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.009 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഡെസിമീറ്റർ ക്യൂബാണ്. സോ 10 ഡെസിമീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് 0.009 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 1 മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മീറ്റർ ക്യൂബിന് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 0.9 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.9 മീറ്റർ ക്യൂബാണ്. 1 വേർഡ് ടൈപ്പിലായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിലും അതിൽ നിങ്ങൾ 1 മീറ്റർ ക്യൂബിലാണോ 1 യൂണിറ്റിലാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. കാരണം 1 യൂണിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൻസർ 0.009 ആണ്. ഓക്കെ, 1 യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൻസർ എത്രയാണ്? 0.009 ആണ്. ഇനി 1 മീറ്റർ ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് 0.9 മീറ്റർ ക്യൂബ് വരുന്നത്. ഓക്കെ, 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആർ സി സിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡെസിമീറ്റർ ക്യൂബ് ആണല്ലേ. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡെസിമീറ്റർ ക്യൂബാണ്. 10 ഡെസിമീറ്റർ ക്യൂബിന് ആവശ്യമായ വോളിയം കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര? 0.009 മീറ്റർ ക്യൂബ്. അല്ലാതെ നമ്മൾ 1 മീറ്റർ ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.9 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ബ്രിക്ക് വർക്ക് നോക്കാം. ബ്രിക്ക് വർക്കിൽ നമുക്കറിയാം ഫൈൻ അഗ്രിഗേറ്റ് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. സോ ഫൈൻ അഗ്രിഗേറ്റ് 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ബ്രിക്ക് വർക്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? ബ്രിക്ക് വർക്കിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അതിൽ തന്നെ നമ്മൾ പാർട്ടീഷൻ വാളൊക്കെ വരികയാണെങ്കിൽ ഏത് തന്നെയാണ്? പാർട്ടീഷൻ വാളിൻ്റെ കണ്ടീഷനിൽ മീറ്റർ സ്ക്വയർ ആണല്ലേ. സോ ബ്രിക്ക് വർക്കിൻ്റെ കണ്ടീഷനിൽ മെഷറിംഗ് യൂണിറ്റിന് അതേ യൂണിറ്റ് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വരുന്നത്. ബ്രിക്ക് വർക്കിന് 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.2 മീറ്റർ ക്യൂബാണ്. ഇനി 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്ക് കൊള്ളും എന്ന് നമുക്ക് കണക്കാക്കണം. അതിനെന്ത് ചെയ്യാം? 1 മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ദെൻ ഒരു ബ്രിക്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതായത് 1/1 ബ്രിക്കിൻ്റെ വോളിയം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 500 കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബ്രിക്കിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ മോട്ടാറിൻ്റെ ഉൾപ്പെടെയുള്ള സൈസാണ് എടുക്കേണ്ടത്. അതായത് 20/10/10 സെൻറ്റിമീറ്റർ എന്ന ഡയമെൻഷനാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1/0.2 ഇൻറ്റു 0.1 ഇൻറ്റു 0.1. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 500 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ ബ്രിക്ക് വർക്കിൽ കൊള്ളുന്ന ബ്രിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. ദെൻ അടുത്തത് വോളിയം ഓഫ് ബ്രിക്ക് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക്. അതായത് 1 മീറ്റർ ക്യൂബിൽ പറഞ്ഞു 500 നമ്പർ ബ്രിക്ക് കൊള്ളും. ആ 500 ബ്രിക്കിൻ്റെയും വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ 500 ബ്രിക്കിൻ്റെയും വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മോട്ടാറിൻ്റെ എടുക്കേണ്ടതുണ്ടോ? മോട്ടാറിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല, ബ്രിക്കിൻ്റെ മാത്രമല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വെച്ച് ഈ 500നെ ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത്
ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? 19/9/9 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് മീറ്ററിലോട്ട് ആക്കുമ്പം 0.19 ഇൻറ്റു 0.09 ഇൻറ്റു 0.09 അല്ലേ ചെയ്യുമ്പോൾ ഇത് ഇൻറ്റു 500 ചെയ്യുമ്പോൾ നമുക്ക് 0.77 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം വോളിയം ഓഫ് ബ്രിക്ക് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ്. ഓക്കെ, വോളിയം ഓഫ് ബ്രിക്ക് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 0.77 മീറ്റർ ക്യൂബാണ്. ഇനി വോളിയം ഓഫ് മോട്ടാർ റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക്. 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിലുള്ള മോട്ടാറിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 മീറ്റർ ക്യൂബിൽ നിന്ന് ഈ ബ്രിക്കിൻ്റെ വോളിയം കുറച്ചാൽ മതിയല്ലേ. 1 മൈനസ് 0.77 കുറയ്ക്കുമ്പോൾ നമുക്ക് 0.23 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ബ്രിക്ക് വർക്കിൽ വോളിയം ഓഫ് ഫയൻ അഗ്രിഗേറ്റ് 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫയൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. ദെൻ 1 മീറ്റർ ക്യൂബിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്ക് കൊള്ളും? 500 നമ്പർ ഓഫ് ബ്രിക്ക് കൊള്ളും. ദെൻ 1 മീറ്റർ ക്യൂബിൽ കൊള്ളുന്ന ബ്രിക്കിൻ്റെ ടോട്ടൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 0.77 മീറ്റർ ക്യൂബ് വരും. ദെൻ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോട്ടാറിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എത്രയാണ് ആൻസർ വരുന്നത്? 0.23 മീറ്റർ ക്യൂബ്. ഓക്കെ, 0.23 മീറ്റർ ക്യൂബ്. ഈ വാല്യൂസിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബൈ ഹാർട്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് ലാറ്ററൈറ്റ് മാസൺറി. ഓക്കെ, ലാറ്ററൈറ്റ് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് ലാറ്ററൈറ്റ്, അതായത് നമ്മൾ സെൻറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ മാസൺറി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മെഷറിംഗ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്ര തന്നെയാണ്? മീറ്റർ ക്യൂബ് തന്നെയാണ്. ദെൻ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ സൈസ് വരുന്നത് 44/24/14 സെൻറ്റിമീറ്റർ, 44/24/14 സെൻറ്റിമീറ്റർ ആണ്. ഇനി 1 മീറ്റർ ക്യൂബിൽ കൊള്ളുന്ന ലാറ്ററൈറ്റ് മാസൺറി, 1 മീറ്റർ ക്യൂബിൽ കൊള്ളുന്ന ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ എണ്ണം. ഓക്കെ, 1 മീറ്റർ ക്യൂബിൽ കൊള്ളുന്ന ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ എണ്ണം വരുന്നത് 60 നമ്പർ വരും. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 നമ്മൾ ഈ ഡയമെൻഷൻ, അതായത് ബ്രിക്കിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് മോട്ടാറിൻ്റെ തിക്നെസ് ഉൾപ്പെടെയുള്ള ഡയമെൻഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 1 മോട്ടാറിൻ്റെ തിക്നെസ് ഉൾപ്പെടെയുള്ള ബ്രിക്കിൻ്റെ വോളിയം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടും. സോ ഇവിടെ 1 മീറ്റർ ക്യൂബ് ലാറ്ററൈറ്റ് മാസൺറിയിൽ കൊള്ളുന്ന ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 60 നമ്പറാണ്. വോളിയം ഓഫ് ഫയൻ അഗ്രിഗേറ്റ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് ലാറ്ററൈറ്റ് മാസൺറി എന്ന് പറയുന്നത് 0.16 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് ലാറ്ററൈറ്റ് മാസൺറിയിലുള്ള ഫയൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.16 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.16 മീറ്റർ ക്യൂബാണ്. ദെൻ അടുത്ത സ്റ്റോൺ മാസൺറിയുടെ മെഷറിംഗ് യൂണിറ്റ് ഏതൊക്കെയാണ്? മെഷറിംഗ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും മീറ്റർ ക്യൂബ് തന്നെയാണ്. ഇവിടെയും വോളിയം ഓഫ് റബിൾ മാസൺറി, വോളിയം ഓഫ് റബിൾ റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് ഓഫ് RR മാസൺറി. റാൻഡം റബിൾ മാസൺറിയിൽ 1 മീറ്റർ ക്യൂബ് റാൻഡം റബിൾ മാസൺറി ചെയ്യാനായിട്ട് ആവശ്യമായ റബിളിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? 1.25 മീറ്റർ ക്യൂബ് എന്നും പറയാം, അല്ലെങ്കിൽ 1.05 മീറ്റർ ക്യൂബ് എന്നും പറയാം. ഇതിൽ 1.25 എന്ന വാല്യൂസാണ് നമ്മുടെ നിമിയിൽ ഉള്ളത്. ഓക്കെ, നിമിയിലുള്ളത് 1.25 മീറ്റർ ക്യൂബാണ്. സോ അത് നിങ്ങൾ പിക്ക് ചെയ്തെടുത്താൽ മതി. ആ ആൻസർ കറക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് റബിൾ റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് RR മാസൺറിക്ക് ആവശ്യമായ റബിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 1.05 അല്ലെങ്കിൽ 1.25. ദെൻ ഇവിടെയും 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മാസൺറിക്ക് ആവശ്യമായി ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അളവ് ചോദിക്കുന്നുണ്ട്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അളവ് എത്രയാണ്? 0.3 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മാസൺറിക്ക് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അളവ് വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.3 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോൺ മാസൺറിയിൽ നമ്മുടെ റബിൾ മാസൺറി 1 മീറ്റർ ക്യൂബ് റബിൾ മാസൺറിക്ക് ആവശ്യമായ റബിളിൻ്റെ വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1.25 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1.05 മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ 1 മീറ്റർ ക്യൂബ് സ്റ്റോൺ മാസൺറിക്ക് ആവശ്യമായി ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0.3 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിഡക്ഷൻ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിഡക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എസ്റ്റിമേഷന് കറക്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ റേറ്റ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ കോൺക്രീറ്റ് വർക്കിൽ വരുന്ന ഡിഡക്ഷൻ ഏതൊക്കെ കണ്ടീഷനിലാണ് ഡിഡക്ഷൻ ആവശ്യമില്ലാത്തത് എന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നോ ഡിഡക്ഷൻ ഈഫ് റിക്വയർഡ് ഫോർ ദ ഫോളോവിങ്
കേസസ് ഇൻ കോൺക്രീറ്റ് വർക്ക്. ഈ താഴെ പറയുന്ന കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് വർക്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ഓക്കെ, അത് ഓപ്പണിങ്സ് അപ് ടു 0.1 മീറ്റർ സ്ക്വയർ ആണ്. 0.1 മീറ്റർ സ്ക്വയർ വരെയുള്ള ഓപ്പണിങ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് വർക്കിൽ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഡിഡക്ഷൻ ചെയ്യണ്ട. ഓക്കെ, ഏതാണ് 0.1 മീറ്റർ സ്ക്വയർ, ഓപ്പണിങ്സ് അപ് ടു 0.1 മീറ്റർ സ്ക്വയർ. നമ്മുടെ ബ്രിക്ക് വർക്കിൻ്റെ കണ്ടീഷനും ഈ ഒരു വാല്യൂസ് തന്നെയാണ്. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഓപ്പണിങ്സ് 0.1 മീറ്റർ സ്ക്വയർ അപ് ടു 0.1 മീറ്റർ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ അടുത്തത് വോളിയം ഓഫ് റീൻഫോഴ്സ്മെൻറ്റ്. ഇപ്പം അതായത് നമ്മളിപ്പോൾ ഒരു ബീം കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഒരു കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് ഇടാറുണ്ടല്ലേ. അപ്പോൾ ആ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റീജിയൻ വെയർ ബീം എൻ്റർ ഇൻ ടു കോൺക്രീറ്റ് ഓഫ് ഏരിയ ഈസ് ലെസ് ദാൻ 500 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഇതൊരു കോളമാണ്. ഓക്കെ, ഇതൊരു കോളമാണ്. ഈ കോളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാൾ പ്ലേറ്റ് ബീം നമ്മളിങ്ങനെ കൊണ്ട് അകത്തോട്ട് കയറി വരുമല്ലോ. അപ്പോൾ ഈ ബീം അകത്തോട്ട് കയറിയിരിക്കുന്ന പോർഷൻ ലെസ് ദാൻ 500 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ അവിടെ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് പറയുന്നത് റീജിയൻ വെയർ ബീം എൻ്റർ ഇൻ ടു കോൺക്രീറ്റ് ഓഫ് ഏരിയ ലെസ് ദാൻ 500 സെൻറ്റിമീറ്റർ സ്ക്വയർ. 500 സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അടുത്ത് വാൾ പ്ലേറ്റ് അപ് ടു ഡെപ്ത് ഓഫ് 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ഡെപ്തുള്ള വാൾ പ്ലേറ്റ് ഉണ്ടെങ്കിലും നമ്മളവിടെ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കോൺക്രീറ്റ് വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓപ്പണിങ്സ് അപ് ടു 0.1 മീറ്റർ സ്ക്വയർ വരെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട. ഈ 0.1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ബ്രിക്ക് വർക്കിനും ബാധകമാണ്. അതുപോലെ വോളിയം ഓഫ് റീൻഫോഴ്സ്മെൻറ്റും നമ്മൾ ഡിഡക്ഷൻ ചെയ്യില്ല. ദെൻ റീജിയൻ വെയർ ബീം, അതായത് ബീമിൻ്റെ ആ ഒരു ഇൻസേർട്ട് ആയിരിക്കുന്ന ഏരിയ 500 സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ വാൾ പ്ലേറ്റിൻ്റെ ഡെപ്ത് അപ് ടു 10 സെൻറ്റിമീറ്റർ വരെയാണെങ്കിലും നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത്രയും കോൺക്രീറ്റിൻ്റെ കേസിലാണ്. ഇനി അടുത്ത് പ്ലാസ്റ്ററിങ്ങിൻ്റെ കേസിൽ പ്ലാസ്റ്ററിങ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ഡിഡക്ഷൻ ആവശ്യമില്ലാത്തത്. ഓക്കെ, ഡിഡക്ഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പ്ലാസ്റ്ററിങ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ സൈസ് ഓഫ് ഓപ്പണിംഗ് അപ് ടു 0.5 മീറ്റർ സ്ക്വയർ. ഓപ്പണിങ്സ് 0.5 മീറ്റർ സ്ക്വയർ വരെയാണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഓപ്പണിങ്സ് 0.5 ടു 3 മീറ്റർ സ്ക്വയർ വരെയാണെങ്കിൽ 0.5 മീറ്റർ സ്ക്വയർ മുതൽ 3 മീറ്റർ സ്ക്വയർ വരെയാണെങ്കിൽ നമ്മൾ ഓൺ സൈഡ് ഡിഡക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓൺലി ഓൺ സൈഡ് ഈസ് ഡിഡക്റ്റഡ്. ഇനി ഓപ്പണിങ്സ് 3 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ ഡിഡക്റ്റ് ബോത്ത് സൈഡ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതോടൊപ്പം എക്സ്ട്രാ പ്ലാസ്റ്ററിങ് ഫോർ സില്ല്, സോഫിറ്റ്, അതായത് സില്ല്, സോഫിറ്റ്, ജാമ്പ് അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യം നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കിൽ എന്താണ് പറയുന്നത്? ഈ 0.5ഉം 0.1 മാറിപ്പോവില്ല. കോൺക്രീറ്റ് വർക്കിനും ബ്രിക്ക് വർക്കിനും ആണെങ്കിൽ അപ് ടു 0.1 മീറ്റർ സ്ക്വയർ വരെയുള്ള ഓപ്പണിങ്സ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ 0.5 എം സ്ക്വയർ വരുന്നത് ഏതിലാണ്? പ്ലാസ്റ്ററിങ്ങിൻ്റെ കണ്ടീഷനിലാണ്. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്താണ് ഓപ്പണിങ്സ് അപ് ടു 0.5 മീറ്റർ സ്ക്വയർ വരെ വന്നാൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി 0.5 മുതൽ 3 മീറ്റർ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഓൺ സൈഡ് നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ മതി. ഒരു സൈഡിൽ, അതായത് ഒരു വാളിൻ്റെ പ്ലാസ്റ്ററിങ്ങാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതിൽ വിൻഡോ ഉണ്ടെന്ന് കരുതുക. വാളിന് 2 സൈഡ് ഉണ്ടല്ലേ. സോ ആ ഓപ്പണിങ്, അതായത് വിൻഡോയിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 0.5നും 3 മീറ്റർ സ്ക്വയറിനും ഇടയിൽ വന്നു കഴിഞ്ഞാൽ വാളിൻ്റെ ഒരു സൈഡ് ഡിഡക്റ്റ് ചെയ്താൽ മതി. കാരണം ആ വിൻഡോയിലും എന്തോന്നൊക്കെ ഉണ്ടാവും, ഈ ജാമ്പൊക്കെ ഉണ്ടാവും, ജാമ്പും സില്ലും ഒക്കെ ഉണ്ടാവും. ആ ഒരു സൈഡ് അതിനോട് അങ്ങ് ആഡായിക്കൊള്ളും. അതുകൊണ്ടാണ് ഈ ഓപ്പണിങ്സ് 0.5 മുതൽ 3 മീറ്റർ സ്ക്വയർ വരെ വരികയാണെങ്കിൽ അവിടെ ഒരു സൈഡ് ഡിഡക്റ്റ് ചെയ്യുന്നത്. 3 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണ് ഓപ്പണിങ്സിൻ്റെ ഏരിയ എങ്കിൽ നമ്മളവിടെ ബോത്ത് സൈഡ് 2 സൈഡ് ഡിഡക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സില്ലിനും നമ്മുടെ ജാമ്പ്, റിവീൽ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ പ്ലാസ്റ്ററിങ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്ത് നോക്കേണ്ടതാണ് വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഫോർ 1 യൂണിറ്റ് അറ്റ് പ്ലാസ്റ്ററിങ്. അതായത് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് പറയുന്നത്. അത് ഓരോ തിക്നെസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് പറയുന്നത്. നമ്മൾ പ്ലാസ്റ്ററിങ് 12 mm തിക്നെസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ
ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.15 മീറ്റർ ക്യൂബാണ്. ഓക്കെ, പ്ലാസ്റ്ററിങ് നമ്മൾ 12 mm തിക്നെസ്സിലാണ് 12 mm തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.15 മീറ്റർ ക്യൂബാണ്. ഇനി 15 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തത് 0.65 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. 15 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.165 മീറ്റർ ക്യൂബാണ്. ഇനി 9 mm തിക്നെസ്സെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ് 9 mm ആണെങ്കിൽ അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.09 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.09 മീറ്റർ ക്യൂബാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഓക്കെ, ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ പ്രപ്പോർഷൻ 1:3 വരികയാണ്. ഓക്കെ, മോട്ടാറിൻ്റെ പ്രപ്പോർഷൻ 1:3 വരുമ്പോൾ നമുക്ക് 12 ഈ ഒരു കണ്ടീഷനാണ് സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട്. പ്രപ്പോർഷൻ 1:3 വരികയാണെങ്കിൽ 12 mm തിക്നെസ്. ഓക്കെ, 12 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.14 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.14 മീറ്റർ ക്യൂബാണ്. ദെൻ 15 mm ആണെങ്കിൽ 15 mm ആണെങ്കിൽ അവിടുത്തെ വരുന്നത് 0.15 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത് ഈ ഒരു സ്പെഷ്യൽ കേസിന് മാത്രമാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 mm ആണെങ്കിൽ എത്ര എഴുതും? 12 mm ആണെങ്കിൽ 0.15 മീറ്റർ ക്യൂബാണ്. അതുപോലെ 15 mm ആണെങ്കിൽ 0.165 മീറ്റർ ക്യൂബാണ്. 9 mm ആണെങ്കിൽ 0.09 മീറ്റർ ക്യൂബാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് പ്രപ്പോർഷൻ 1:3 ആണെങ്കിൽ മാത്രം 12 mm 0.14 മീറ്റർ ക്യൂബും 15 mm 0.15 മീറ്റർ ക്യൂബും വരും. ഓക്കെ, ദെൻ അടുത്തതാണ് ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് കാണാൻ. ഓക്കെ, ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് കാണാൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ. അപ്പോൾ നമുക്ക് ഡ്രൈ വോളിയം ഫാക്ടറാണ് പഠിക്കേണ്ടത്. അതായത് കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.54 ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂ കാണാതെ പഠിക്കണം. എല്ലാ വാല്യൂസും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? 1.54 ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ മോട്ടാറിന് മോട്ടാറിന് ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് 1.33 ആണ്. ഓക്കെ, മോട്ടാറിൻ്റെയും ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.33 ആണ്. ഓക്കെ, ആ രണ്ട് വാല്യൂ മറക്കരുത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡ്രൈ മോട്ടാർ റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് മേസൺറി വർക്ക്. 1 മീറ്റർ ക്യൂബ് മേസൺറി വർക്കിന് ആവശ്യമായ ഡ്രൈ മോട്ടാറിൻ്റെ വോളിയമാണ് പറയുന്നത്. ഓക്കെ, മേസൺറി വർക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് മേസൺറി വർക്കിന് ആവശ്യമായ ഡ്രൈ മോട്ടാറിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അതിൽ റാൻഡം റബിൾ മേസൺറി ആണെങ്കിൽ 0.42 മീറ്റർ ക്യൂബാണ്. കോഴ്സ്ഡ് റബിൾ മേസൺറി ആണെങ്കിൽ 0.4 മീറ്റർ ക്യൂബാണ്. അഷ്ലാർ മേസൺറി ആണെങ്കിൽ 0.25 ഉണ്ട്, അല്ലെങ്കിൽ 0.3 മീറ്റർ ക്യൂബ് ഉണ്ട്. ഇതിൽ 0.25 ആണ് ആൻസർ. അതായത് 2 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 0.25 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം 1 മീറ്റർ ക്യൂബ് മേസൺറി വർക്കിന് ആവശ്യമായ ഡ്രൈ മോട്ടാറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റാൻഡം റബിൾ മേസൺറി ആണെങ്കിൽ എത്രയാണ്? 0.42 മീറ്റർ ക്യൂബാണ്. കോഴ്സ്ഡ് റബിൾ മേസൺറി ആണെങ്കിൽ 0.4 മീറ്റർ ക്യൂബാണ്. അഷ്ലാർ മേസൺറി ആണെങ്കിൽ എത്രയാണ്? 0.25 മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 0.3 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് അല്ലടാ, ആബ്സെൻസ് ആണ്. ഓക്കെ, ആബ്സെൻസ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ടേക്കൺ ഫോർ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്, അതായത് സ്ട്രക്ചറൽ ഡ്രോയിങ് കറക്റ്റായിട്ടുള്ള സ്ട്രക്ചറൽ ഡ്രോയിങ് ഇല്ല എങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ പെർസെൻറ്റേജിലാണ് എടുക്കുന്നത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് ഡ്രോയിങ് സ്ട്രക്ചറൽ ഡ്രോയിങ് ഇല്ല എങ്കിൽ നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ പെർസെൻറ്റേജ് കണക്കിലാണ് എടുക്കുന്നത്. അത് ഓരോന്നിനും എത്ര പെർസെൻറ്റേജ് എടുക്കും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തേത് ഫൂട്ടിങ്. ഓക്കെ, ഫൂട്ടിങ്ങിനാണെങ്കിൽ നമ്മൾ 0.5 to 0.8% ആണ് പറയുന്നത്. ഓക്കെ, 0.5 to 0.8% ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ അടുത്ത ലിൻഡൽ സ്ലാബ്. ലിൻഡൽ അല്ലെങ്കിൽ സ്ലാബിനൊക്കെ ആണെങ്കിൽ 0.7 to 1% ആണ്. ഓക്കെ, 0.7 to 1% ആണ്. ഓക്കെ, ഫൂട്ടിങ്ങിനാണെങ്കിൽ 0.5 to 0.8% ആണ്. ലിൻഡൽ അല്ലെങ്കിൽ സ്ലാബിനാണെങ്കിൽ 0.7 to 1% ആണ്. അടുത്ത് ബീമിനാണെങ്കിൽ 1 to
2% ആണ്. ഓക്കെ, 1 to 2% ആണ്. ദെൻ കോളത്തിനാണെങ്കിൽ 1 to 5%. ഓക്കെ, അവിടെ നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ട്രക്ചർ, അതായത് ഡീറ്റെയിൽ ഡ്രോയിങ് ഇല്ല എങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ബേസാണ് എടുക്കുന്നത്. അപ്പോൾ ഫൂട്ടിങ്ങിന് നമ്മൾ 0.5 to 0.8% എന്ന് കണക്കാക്കും. അതായത് അതിനിടയിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇടും. ദെൻ ലിൻഡൽ അല്ലെങ്കിൽ സ്ലാബ് ആണെങ്കിൽ 0.7 to 1% ആണ്. ബീം ആണെങ്കിൽ 1 to 2% ആണ്. കോളം ആണെങ്കിൽ 1 to 5% ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കോൺക്രീറ്റിൽ 2 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് എന്ന് വെച്ചോ. 2 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റിന് നമ്മൾ സ്റ്റീല് 2% തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം കോൺക്രീറ്റ് നമുക്ക് 2 മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 2% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കോൺക്രീറ്റ് 2 മീറ്റർ ക്യൂബാണ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണ്? 2% ആണ്. അങ്ങനെ വരുമ്പോൾ വെയിറ്റ് ഓഫ് സ്റ്റീൽ നമ്മൾ എങ്ങനെ കാണും? വെയിറ്റ് ഓഫ് സ്റ്റീൽ കാണാൻ 2 ഇൻറ്റു, അതായത് കോൺക്രീറ്റിൻ്റെ വോളിയം ഇൻറ്റു പെർസെൻറ്റേജ്, സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് 2/100 ഇൻറ്റു ദെൻ നമ്മുടെ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി കൂടെ ഇൻറ്റു ചെയ്യാം. അതായത് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 7850. ഓക്കെ, 7850 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആൻസർ കിട്ടി. അതായത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റീലിൻ്റെ വെയിറ്റ് കിട്ടി, വെയിറ്റ് ഓഫ് സ്റ്റീൽ കിട്ടി. ഇതിൽ 2 എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റിൻ്റെ വോളിയമാണ്. ഈ 2 എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഈ 2 ആണ് സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ്. അപ്പം ഈ 2 എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ വോളിയം എത്ര മീറ്റർ ക്യൂബ് എന്ന് ചോദിച്ചാൽ 2 മീറ്റർ ക്യൂബാണ്. ഇവിടുത്തെ 2 വരുന്നത് പെർസെൻറ്റേജ്, സ്റ്റീൽ 2% എന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കും. അപ്പോൾ വെയിറ്റ് കാണാനായിട്ട് നമ്മുടെ ഡെൻസിറ്റി, സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 7850. ആ ഒരു വാല്യൂ കൊണ്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്താൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് ഹൈയാർക്കിയും ഓഫീസ് ഹെഡും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈയാർക്കിയും ഓഫീസ് ഹെഡ്. നമ്മളിപ്പം ഇവിടെ വീഡിയോ കാണുന്ന എല്ലാവരും, കേൾക്കുന്ന എല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യേണ്ടതാണ്. സോ അപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസ് ഹെഡും ഏതാണ് പറയുന്നത്? ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ, ഓക്കെ, ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ ഏതാണ്? ചീഫ് എഞ്ചിനീയർ ഓഫീസാണ്. പിന്നെ സൂപ്രണ്ടൻ്റ് ആണെങ്കിൽ സർക്കിൾ ഓഫീസാണ് വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ ഡിവിഷൻ ഓഫീസാണ് വരുന്നത്. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ സെക്ഷൻ ഓഫീസാണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. ഏതാണ്? ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ എന്താണ്? ചീഫ് എഞ്ചിനീയർ ഓഫീസാണ്. സൂപ്രണ്ടൻ്റ് ആണെങ്കിൽ സർക്കിൾ ഓഫീസാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ ഡിവിഷൻ ഓഫീസാണ്. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ സെക്ഷൻ ഓഫീസാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്കൊരു വർക്കിൻ്റെ ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് അതിൻ്റെ റേറ്റ്, അതായത് 20,000 താഴെയാണെങ്കിൽ, ഒരു വർക്കിൻ്റെ റേറ്റ് 20,000 താഴെയാണെങ്കിൽ അതിന് എന്തോന്ന് പറയൂടാ? പെറ്റി വർക്ക് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് 20,000 താഴെയാണെങ്കിൽ പെറ്റി വർക്ക് എന്ന് പറയും. 20,000 1,00,000 ഇടയിലാണെങ്കിൽ അതിനെ മൈനർ വർക്ക് എന്ന് പറയും. 1,00,000 കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ മേജർ വർക്ക് എന്ന് പറയും. ഒരു വർക്ക് എടുക്കുമ്പോൾ അത് 20,000 കുറവാണ് അതിൻ്റെ ചിലവെങ്കിൽ, അതിൻ്റെ കോസ്റ്റ് എങ്കിൽ അതിനെ നമ്മൾ പെറ്റി വർക്ക് എന്ന് പറയും. 20,000 1,00,000 ഇടയിലാണ് വരുന്നതെങ്കിൽ അതിനെ മൈനർ വർക്ക് എന്ന് പറയും. 1,00,000 കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ മേജർ വർക്ക് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഔട്ട് ടേൺ ഓഫ് ലേബർ ഓർ ടാസ്ക് വർക്ക്. ഏതാണ്? ഔട്ട് ടേൺ ഓഫ് ലേബർ അല്ലെങ്കിൽ ടാസ്ക് വർക്ക്. ഈ ഔട്ട് ടേൺ ഓഫ് ലേബർ അല്ലെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലേബറിന്, ഒരു സ്കിൽഡ് ലേബറിന് ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഒരു ഡേ പെർ ഡേയിൽ ഒക്കെയാണ് പറയുന്നത്. ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ബൈ എ സ്കിൽഡ് ലേബർ ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ. ഒരു സ്കിൽഡ് ലേബറിന് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനെയാണ് ഈ ഔട്ട് ടേൺ ഓഫ് ലേബർ അല്ലെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു ടേബിളാണ് ഇങ്ങനെ നോക്കുന്നത്. അത് ടൈപ്പ് ഓഫ് വർക്കെന്നും ടാസ്ക് വർക്കെന്നും പറയുന്നുണ്ട്. അതായത് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഒരു സ്കിൽഡ് ലേബറിന് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ അതായത് സൂപ്പർ സ്ട്രക്ചറിലുള്ള ബ്രിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് ലേബറിന് ഒരു ദിവസം 1 മീറ്റർ ക്യൂബ് ക്വാണ്ടിറ്റിയിലുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള വർക്കാണ് ഒരു സ്കിൽഡ് ലേബറിന് സൂപ്പർ സ്ട്രക്ചറിൽ ബ്രിക്ക് വർക്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ബ്രിക്ക് വർക്കിന് ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് 1.25 മീറ്റർ ക്യൂബാണ്.
ഓക്കെ. ബ്രിക്ക് വർക്കിന് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ക്യൂബാണ്. ബ്രിക്ക് വർക്കിന് ഫൗണ്ടേഷൻ ആണെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1.25 മീറ്റർ ക്യൂബാണ്. പിന്നെ അടുത്ത് എർത്ത് വർക്ക് എക്സ്കവേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓർഡിനറി സോയിലാണെങ്കിൽ ടാസ്ക് വർക്ക് എന്ന് പറയുന്നത് 3 മീറ്റർ ക്യൂബാണ്. ഇത് ഒരു സ്കിൽഡ് ലേബറിൻ്റെ കണക്കാണ് പറയുന്നത്. ഓക്കെ, ഒരു സ്കിൽഡ് ലേബറിന് ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റിയുള്ള ടാസ്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ ഓർഡിനറി സോയിലാണെങ്കിൽ 3 മീറ്റർ ക്യൂബാണ്. ഹാർഡ് സോയിലാണെങ്കിൽ 2 മീറ്റർ ക്യൂബാണ്. ദെൻ റോക്ക് ആണെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. ടാസ്ക് വർക്ക് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബാണ്. ദെൻ റാൻഡം റബിൾ മേസണറി ആണെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. ഓക്കെ, റാൻഡം റബിൾ മേസണറി ആണെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. ദെൻ 2.5 സെൻറ്റിമീറ്ററിൽ നമ്മുടെ സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണെങ്കിൽ 7.5 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 2.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ നിർമ്മിക്കുകയാണെങ്കിൽ അത് നമുക്ക് ടാസ്ക് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 7.5 മീറ്റർ ക്യൂബാണ്. ഇനി ഹാഫ് ബ്രിക്ക് പാർട്ടീഷൻ മാളാണെങ്കിൽ അവിടെ നമുക്ക് ടാസ്ക് വർക്ക് 5 മീറ്റർ സ്ക്വയർ ആണ്. 5 മീറ്റർ സ്ക്വയർ യൂണിറ്റ് മാറുന്നത് നോക്കണം. പാർട്ടീഷൻ മാൾ വരുമ്പോൾ 5 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 5 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ കോൺക്രീറ്റ് വർക്കിൽ നമ്മൾ പറഞ്ഞത് 7.5 മീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ സിമൻറ്റ് കോൺക്രീറ്റ് 1:2:4 പ്രൊപ്പോർഷനിലാണെങ്കിൽ 5 മീറ്റർ ക്യൂബാണ്. ഓക്കെ, സിമൻറ്റ് കോൺക്രീറ്റ് 1:2:4 എന്ന പ്രൊപ്പോർഷനിലാണെങ്കിൽ 5 മീറ്റർ ക്യൂബാണ്. ദെൻ സ്റ്റോൺ ആർച്ച് വർക്ക്, അതായത് ആർച്ച് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 0.4 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പം ഓർഡിനറി സോയിലാണെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ ഓർഡിനറി സോയിലാണെങ്കിൽ 3 മീറ്റർ ക്യൂബാണ്. ദെൻ ഹാർഡ് സോയിലാണെങ്കിൽ 2 മീറ്റർ ക്യൂബാണ്. റോക്ക് ആണെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. ദെൻ റാൻഡം റബിൾ മേസണറി ആണെങ്കിലും 1 മീറ്റർ ക്യൂബാണ്. ദെൻ 2.5 സെൻറ്റിമീറ്റർ നമ്മൾ ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ 7.5 മീറ്റർ സ്ക്വയർ ആണ്. ഹാഫ് ബ്രിക്ക് പാർട്ടീഷൻ വാളാണെങ്കിൽ 5 മീറ്റർ സ്ക്വയർ ആണ്. ദെൻ സിമൻറ്റ് കോൺക്രീറ്റ് 1:2:4 പ്രൊപ്പോർഷനിലാണെങ്കിൽ 5 മീറ്റർ ക്യൂബാണ്. ദെൻ സ്റ്റോൺ ആർച്ച് വർക്ക് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 0.4 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ഈ വാല്യൂസ് പറഞ്ഞതെല്ലാം ആ ഒരു ഡ്രൈ വോളിയം ഫാക്ടറും അതുപോലെ തന്നെ നമ്മൾ ആ PCCയുടെയും RCCയുടെയും ആ ഒരു കോഴ്സ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒക്കെ വാല്യൂസ് നമ്മൾ ആ വോളിയൂംസ് ക്വാണ്ടിറ്റി എല്ലാം നിങ്ങൾ ആ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അത് ബൈ ഹാർട്ട് ചെയ്ത് വച്ചാൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പം നെക്സ്റ്റ് എസ്റ്റിമേഷൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്ന അതിനെ പറ്റിയായിരിക്കും പറയുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.